സ്റ്റാർ സിംഗറിൽ അനുക്കുട്ടി ചേച്ചി ആദിക്ക് എന്തോ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ചിലപ്പോ നല്ല അടിയായിരിക്കും. അങ്ങനെയാണല്ലേ? അതായത് അനുമോൾ അവിടെ കളിച്ചു നേടിയ പൈസയാണ്, അതിൽ നിന്ന് ഒരു പൈസ പോലും ആരും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ അനുമോളുടെ ഫാൻസോളികൾ കിടന്ന് മോങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇവരൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കുക എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. സംഭവം മറ്റൊന്നല്ല, അവിടെ നിന്നുള്ള ഫണ്ട് ഒന്നും ക്രെഡിറ്റ് ആയിട്ടില്ല എന്നൊക്കെയാണ് ആരൊക്കെയോ പറയുന്നത്. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ലല്ലോ. പല ആളുകളും കമന്റ് ഇടുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ്. എന്തായാലും അനുമോള് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുമെന്നൊക്കെ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കണമെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. നെവിന്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ ഇത് പറഞ്ഞല്ല, അത് ഞാൻ തമാശക്ക് പറഞ്ഞതാണ് എന്നുള്ളത്. അതേപോലെ തന്നെ ആദിലക്ക് കൊടുക്കാണ്ടല്ലോ, ആദിലക്ക് കൊടുക്കാണ്ട്, പിന്നെ അക്ബറിന് കൊടുക്കാനുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കൊടുക്കാണ്ട്. പക്ഷെ പൈസ ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന കേൾക്കാണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി നമ്മുടെ ആദില നൂറയുടെ ഒരു ലൈവ് കണ്ടിരുന്നേ. ഈ ലൈവില് കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോ ശൈത്യയെ ഇവർ അൺഫോളോ ചെയ്തു, വലിയ രീതിയിൽ ചർച്ച നടന്നു. അതായത് ശൈത്യയെ ഒഴിവാക്കി, അത് ഇത് എന്നൊക്കെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൈത്യയെ ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ട് വരെ ഒഴിവാക്കിയാലും ഇവിടെ ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല. എന്തുണ്ടെയാണ് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ മതി. കാരണം ഒക്കെ കട്ടപ്പ സ്വഭാവമുള്ള ആളുകളാണ്. അവിടെ അനുമോൾക്ക് ശരിക്കും നല്ല പാര വെച്ച ആളുകളിൽ രണ്ടാളുകളാണല്ലോ, സോറി 3 ആളുകൾ ഉണ്ടല്ലോ. ആ 3 ആളുകളിൽ ഇവരൊക്കെ തന്നെയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ എല്ലാവരും കണക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പാര പണ ഗുണ ഗുണായിരുന്നു അവിടെ, അല്ലെ? നമുക്ക് എന്തായാലും ആ ലൈവ് ഒന്ന് കാണാൻ കേട്ടോ. എന്റെ പൊന്നു മക്കളെ, ചിരിച്ചൊരു വിധാവും അമ്മാതിരി സാധനമാണ്. ബിഗ് ബോസിൽ പറഞ്ഞ പോലെ നിങ്ങളും അനുവും കൂടി ഒരുമിച്ച് സ്വിമ്മിംഗ് പൂളിൽ ഒരുമിച്ച് ഒരു വ്ളോഗ് ഒക്കെ എടുക്കണം കേട്ടോ, പ്ലീസ്. സ്വിമ്മിംഗ് പൂളിലോ? സ്വിമ്മിംഗ് പൂളിൽ വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞായിരുന്നല്ലേ? ആണോ? എന്താണ്, ഞാനൊന്നും കേട്ടില്ലല്ലോ ഈശ്വര. സ്വിമ്മിംഗ് പൂളില് നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്ന സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് വ്ളോഗ് എടുക്കാന്നൊക്കെ? എന്തായാലും കൊള്ളാം. ചില ഫാൻസ് ഹോളികളുടെ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ. സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിക്കണതൊക്കെ ഒന്ന് വീഡിയോ എടുത്തൊന്ന് വ്ളോഗ് ആക്കുക എന്നുള്ളത്. എന്തുവാടെ ഇതൊക്കെ? ഞാൻ എന്തായാലും ലൈവിൽ ഇതൊന്നും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എന്തായാലും കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ മാത്രമേ നമ്മളൊക്കെ മനസ്സിലുണ്ടാവുകയുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ ആദില നൂറ ശരിക്കും അനുമോളെ ഇട്ട് നല്ല പണി കൊടുത്തതും, അതുപോലെ ഷാനവാസ്കാക്ക് നല്ല പണി കൊടുത്തതും, അനീഷേട്ടനിട്ട് നല്ല പണി കൊടുത്തതാണ് നന്നായിട്ട് ഓർമ്മയുള്ളത്. അതുകൂടാതെ തന്നെ അവസാന നിമിഷം ആ ഒരു മൊബൈൽ നമ്പർ എഴുതി വെച്ച പേപ്പറിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഊളത്തരങ്ങളും, അതേപോലെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് എല്ലാ ഊളത്തരവത്തിനും കൂട്ടുനിന്നിട്ട് അവസാനം അതൊക്കെ ഒരാളാണ് ചെയ്തു പറഞ്ഞിട്ട് അയാളെ തലയിലേക്ക് തട്ടിയിട്ട് ആ ഒരു പ്രവണതയൊക്കെ നമ്മൾ കണ്ടു തന്നെ കിട്ടുക. നല്ല അടിപൊളി ടീംസ് ആണ്. എന്തായാലും കുളിസീനൊക്കെ ഇതിടണം എന്നൊക്കെ ആൾക്കാർ പറയുന്നു. കൊള്ളാം, നല്ല ഫാൻസോളികള്. അനുവായിട്ട് സെറ്റ് അവോയ്ഡ് ഇടണ്ടേ മോൻ പറഞ്ഞതാണെന്നോ? മനസ്സിലായില്ല കേട്ടോ. സലു ഒന്നുകൂടെ പറയോ? മനസ്സിലായില്ല. ഒന്നും മനസ്സിലാവില്ല, കാരണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അനുമോളുമായിട്ട് ഒരു കൂട്ട് ഇനി ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അങ്ങ് വലിഞ്ഞു കയറിയിട്ടാണെങ്കിലും അങ്ങ് ചെല്ലും എന്നാ പറഞ്ഞത്. പക്ഷെ അനുമോള് ഫുൾ 24 മണിക്കൂറും, അത് ആദ്യം തന്നെ ബിഗ് ബോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്റേതായ പരിപാടികൾ ഉണ്ടാവും, ഞാനിപ്പോ ഇവരെ പിന്നാലെ നടക്കുന്നില്ല എന്നുള്ളത്. നല്ല തീരുമാനമാണ് എന്തായാലും, നല്ല അടിപൊളിയാണ്. ഇതിനെ ചേർത്ത് വെക്കാൻ പറ്റിയ ആളുകളാണല്ലോ. അപ്പൊ കുറെ എണ്ണത്തിന് ഒരു ലെവലും ഇല്ലാതെ പോയി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുണ്ടാക്കിയാണെന്ന് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ഇവരുടെ കഴിഞ്ഞ ലൈവിൽ തന്നെ കുറച്ച് ഇത്തരം രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ട് അവർ വന്നിട്ട് ഡയലോഗുകളും കമന്റുകളും ഒക്കെ അടിക്കുന്നത് ഞാനും കണ്ടു. ഇവരത് വായിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആളുകൾ പറയും എങ്ങനെയാണ് തെറ്റായ സന്ദേശം നൽകുന്നത്, അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന്. അത് ശരിക്കും ഒന്ന് നോക്കി നോക്കിയാൽ കാര്യം മനസ്സിലാവും. ഇവരുടെ ലൈവ് ആണെങ്കിൽ ഇവരുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കയറി നോക്കി, പഴയതൊക്കെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ പറയും വേണ്ട. കുറെ എണ്ണത്തിന് യാതൊരു ഇതുമില്ല, ഒരു അന്തും കുന്തും ഇല്ലാതെ അങ്ങ് പോയി സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഹണിമോളുടെ കാര്യം, അനുമോൾ എന്തായാലും ഭയങ്കര ബിസിയാണ്. മിക്കവാറും ഈ കൊല്ലം അടുത്ത സീസൺ വരുന്ന വരെ ചിലപ്പോൾ ഫുൾ ഉദ്ഘാടനങ്ങളാണ്. ഓൾറെഡി അവർക്ക് നല്ല ഉദ്ഘാടനങ്ങൾ ഉണ്ടായിരുന്നുള്ളതാണ്. ഷിയാസ് കരീമും അനുമോളും നടന്ന് ഉദ്ഘാടിക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ഇനി ഇവരങ്ങ് വലിഞ്ഞു കയറി ചെന്നാലും അനുമോള് മൈൻഡൊന്നും ചെയ്യില്ല. നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞൊരു വീഡിയോയില്. അതായത് ഏതൊരു സാഹചര്യത്തിൽ ഇവർ കാണുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആലുവ മണപ്പുറത്ത് കണ്ട ആ ഒരു ബന്ധം പോലും ഇല്ലാതെ അനുമോൾ അങ്ങ് അവോയ്ഡ് ചെയ്തു. കൊള്ളാം, അടിപൊളി. അതുപോലെ ഷാനവാസ്കി ഇപ്പൊ ഇന്റർവ്യൂകളിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അവര് മനുഷ്യ കുഞ്ഞുങ്ങളാണ്, അവരെടുത്ത തെറ്റുകളും തീരുമാനങ്ങളൊന്നും എനിക്കറിയില്ല. അയാൾ വെറുതെ നാണം കെടുന്ന് നിൽക്കി വന്ന് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട്. ബിബിയിൽ വെച്ച് ആദ്യം എപ്പോഴും മേക്കപ്പ് റൂം പോകാമെന്ന് നൂറയോട് പറയുമായിരുന്നു. അതിന് പിന്നിൽ വല്ല സീക്രട്ട് ഉണ്ടോ? ആദില നൂറ ഒരു ഡേ മേക്കപ്പ് റൂമിൽ വെച്ച് അടി ഉണ്ടായിരുന്നു, അപ്പോൾ തന്നെ സോൾവ് ആക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് മേക്കപ്പ് റൂം. അതുകൊണ്ടല്ല, അവിടെ കുറച്ചുകൂടെ പ്രൈവസി ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ബെഡ്മേക്ക നിൽക്കുകയാണെങ്കിലും ബെഡ്മേക്ക നിൽക്കുകയാണെങ്കിലും നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തുനിന്നൊക്കെ ലൈക്ക് ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന ഒരു ഇതായിരിക്കും. അങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട് വേണ്ടി വരുന്ന ആൾക്കാരെ വരത്തുള്ളൂ, അല്ലാതെ സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാരുടെ ഡിസ്ട്രാക്ഷൻസും ആൾക്കാരുടെ ഇതൊന്നുമില്ല. അപ്പോൾ പ്രൈവസി ഉണ്ട്.
നല്ല പ്രൈവസി ആയിരുന്നു. മേക്കപ്പ് റൂമിലാണ് ഇവർ കൂടുതൽ നേരം അവിടെ കിടന്നിട്ടാണ് ഇവർ കൂടുതൽ സംസാരിക്കാറ്. അതിനിടയിൽ നമ്മളെ നെവിനും വന്ന് കിടന്നിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ. അപ്പൊ ഇവര് കൂടുതലും ബിഗ് ബോസിനകത്ത് കുറെ സീക്രട്ടുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പലതും ഈ മേക്കപ്പ് റൂമിൽ നിന്നും പിന്നെ അതേപോലെ ഒരു ഡ്രസ്സിംഗ് റൂം ഉണ്ടല്ലോ ഇതിന്റെ അകത്ത് വെച്ചിട്ടാണ് നടന്നത്. അതായത് ക്യാമറ കാണാത്ത സ്ഥലമല്ലേ, അതുകൊണ്ട് മൈക്കൊക്കെ പുറത്ത് ഊരി വെച്ചിട്ട് അനുമോളും നൂറയും അതിനുള്ളിലേക്ക് കയറി ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഇവർ രണ്ടുപേരും ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ ബിഗ് ബോസ് പലപ്പോഴും വാണിംഗ് കൊടുത്തതാണെങ്കിൽ പോലും ഇവർ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒക്കെ ഡീൽ ചെയ്തതിന് ശേഷമാണ് ബിഗ് ബോസിൽ ഇടപെടൽ നടത്താറ് എന്നുള്ളതാണ്. നല്ല ഉടായ്പ് ഗെയിം തന്നെയാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ക്യൂട്ട്നെസ് വാരി വിതറി എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിനകത്ത് നൂറ് അത്യാവശ്യം നന്നായി ഗെയിം കളിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഓൾറെഡി ബിഗ് ലൂസ് തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 7ന്റെ വർണ്ണങ്ങളല്ലേ, അപ്പൊ 7ന്റെ പണി അങ്ങോട്ട് കൊടുക്കണം. ബിഗ് ബോസ് 7 സീസൺ അങ്ങോട്ട് അറ്റത്തേക്ക് എത്തിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ അത് വരെ കൊണ്ടുപോയിട്ട് അങ്ങ് മോഞ്ചിച്ച്. അല്ലെങ്കിൽ കപ്പാറ്റം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആവും എന്നുള്ള കാര്യം അത് ബിഗ് ബോസിനും വ്യക്തമായിട്ട് അറിയാന്നുള്ളത്, ബിഗ് ബോസ് ടീമിന്. ഷാനവാസിക്കയുടെ വിഷമം മാറ്റിയോ? ഷാനവാസിക്കാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. ഷാനവാസിക്കാരോട് താനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരത്തിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മൾ മിണ്ടേക്ക് ചെയ്യും. എന്റെ പൊന്നു മക്കളെ, അതിനെ വെറുതെ വിട്ടാളെ. അയാള് നെഗറ്റീവ് ആയത് നിങ്ങളൊക്കെ കാരണം കൊണ്ടാന്നുള്ളതാ. നിങ്ങളുടെ കൂടെ കൂടിയിട്ടാണ് അയാൾ നെഗറ്റീവ് ആയത്. അല്ലെങ്കിൽ എന്തായാലും അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിയേനെ, പോയിന്റ് വാങ്ങിയേനെ എന്നുള്ളതാണ്. നിങ്ങൾ കാരണം കൊണ്ടാണ്, നിങ്ങളുടെ കൂടെ നിന്നത് കൊണ്ടാണ്. ഏതൊരു ചാനലിൽ അദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അതിന് അടിയിൽ ഒരാളെ കമന്റ് ആണ്, ഒരാളെ കമന്റ് അല്ല, ഒരുപാട് ആളുകൾ കമന്റാ. ഒരു പക്ഷെ സെക്കൻഡ് സ്ഥാനത്തേക്ക് എത്താൻ യോഗ്യനായിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അതില നൂറയുടെ ആ ഒരു ഗ്യാങ്ങിന്റെ ഉള്ളിൽ പെട്ടിട്ട് ശ്വാസം മുട്ടിയിട്ട് ഉള്ള വില മൊത്തം കളഞ്ഞു എന്നുള്ളതാ. ഷാനവാസ്കയുടെ വില മൊത്തം പോയത് ഇവരെ പിന്നാലെ നടന്നിട്ടാ. ഇവര് വളരെ സിമ്പിളായിട്ട് കണ്ണിങ് ആയിട്ട് കളിക്കുകയും ചെയ്തിട്ടുണ്ട്. ആളെ കൈയും കാലും പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും കൂടെ കൂട്ടും. അവസാനം 8ന്റെ പണി തിരിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അനു വിളിക്കും പോ നൂറ വിളിക്കണേട്ടാ, നൂറ നൂറ വാ നൂറ ഇങ്ങനെ ഒച്ച വിളിക്കും പറഞ്ഞു. നൂറയേനെ തൂറാനൊക്കെ എത്ര വിളിക്കാറ്, എന്തുവാടെ ഇത്? ഇവരുടെ തനി സ്വഭാവം ഇതാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ. ബിഗ് ബോസിനകത്താണെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും സ്വഭാവം ഒന്നൊക്കെ തന്നെ. അപ്പൊ അനുമോള് നൂറയെ തൂറാന്നൊക്കെ എത്ര വിളിക്കുക? അയ്യയ്യയ്യേ, അത് എന്താണിത്? ഇവര് ആ ബിഗ് ബോസിനകത്ത് ഇങ്ങനെ റന ഫാത്തിമേനൊക്കെ ഇങ്ങനെ കിടത്തി ഒരു കഥ പറഞ്ഞ എനിക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, ഒരു ചീപ്പിന്റെ കഥ. അതേപോലെ തന്നെ കുറച്ച് വൾഗറായ കുറച്ച് സാധനങ്ങൾ അവിടെ ചർച്ച ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇവരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് പുറത്തേക്ക് എപ്പോഴും പുറത്ത് ചാടിക്കൊണ്ടിരിക്കും. ആദിലയുടെ വായനാണ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വരിക. നൂറ അയ്യേ എന്ന് പറയും. എന്തായാലും തൂറാ എന്നത്ര വിളിക്കാറ്. നൂറ ബിബിയിൽ എപ്പോഴും ജലസ് ഓർ പൊസസീവ് ആയിരുന്നു. ആദില അനുവിനെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോ കണ്ണ് പൊത്തിയ പിന്നെ അനു പറ്റി ടോക്ക് ചെയ്യുമ്പോ ഒന്ന് ചെറുതായി ജലസ് ആയില്ലേ? അതൊക്കെ നമ്മൾ ലോങ് വീഡിയോയിൽ പറയാം. ഓക്കെ, ഇനി ഇതിലും വലിയ ലോങ് വീഡിയോ തന്നെ 1 മണിക്കൂർ മുകളിൽ ഉണ്ട് തോന്നുന്നു ഈ വീഡിയോ തന്നെ. ഓക്കെ, അവിടെ ജലസ് എന്നല്ല, സത്യത്തില് നൂറയെ ആരെങ്കിലും ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിലക്ക് വലിയ രീതിയിലുള്ള ഒരു ചെറിയൊരു തോന്നാറുണ്ട്. ഇനി കമന്റ് ബോക്സിൽ തന്നെ ഇഷ്ടം പോലെ കമന്റ് വരാറുണ്ട്. നൂറ മോളെ രക്ഷപ്പെട്ടു പോയിക്ക്, നിനക്കൊരു ജീവിതം ഉണ്ട്, അത് കളയാൻ നിൽക്കണ്ട. ആദില എന്തായാലും ലെസ്ബിയൻ ആണ്, ആദില എങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇഷ്ടം പോലെ ഉണ്ട്. നൂറയെ അങ്ങനെ ആളുകൾ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ ക്യൂട്ട്നെസ് കണ്ടിട്ടാണെന്നുള്ളത്. പക്ഷെ ശരിക്കും ബിഗ് ബോസ് ലൈവ് കണ്ട ആളുകൾക്ക് ക്യൂട്ട്നെസ്സിനേക്കാൾ അപ്പുറം ഇവരുടെ സ്വഭാവം വ്യക്തമായി മനസ്സിലായതാണെന്നുള്ളതാണ്. തുടക്കത്തിൽ ഇവരെ നന്നായി ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ പോലും ഇവരെ വെറുത്തു തുടങ്ങിയത് നമ്മൾ കണ്ടതാണ്. LGTV അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വന്ന്, പിന്നെ അത് കൂടാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പും കുശുമ്പ് അസൂയയും പിന്നെ ആവശ്യമില്ലാത്ത തെറിവിളികളും ഇടിയും കുത്തൊക്കെ ആയിട്ട് ആളുകൾക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇനി ഈ കാണുന്ന ഈ ഒരു ക്ലിപ്പ് ഒന്ന് കേട്ടത്. Live with a man and Adila need to get out from her. Abhisri Radha. Ratri Shubharatri. Radhakennom Shubharatri. Janmam Pudu Janmam. Tinte Janmam Pudu Janmam. She is the woman of my life. Orade Nee Podi. ഓക്കെ, കമന്റ് ഇതാണ്. നല്ലൊരു ജീവിതം നിനക്കുണ്ടാകും, അതിലയെ ഒഴിവാക്കി പൊക്കോടെ മോളെ എന്നാണ് ചോദ്യം. എന്താ ചെയ്യാ, പല ആളുകളും പറയുന്ന ഒരു ചോദ്യം അവർ ചോദിച്ചു. അതിൽ കൃത്യമായിട്ട് അതിനുള്ളൊരു തമാശ പാട്ടോ എന്ന രീതിയിൽ അങ്ങനെ ഒരു സാധനം കൊടുത്തു എന്നുള്ളതാണ്. എത്ര നാളിത് ഉണ്ടാവും എന്നുള്ള കമന്റ് ഒക്കെ ഇഷ്ടം പോലെ നമ്മൾ കണ്ടത്, തുടക്കം മുതൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അവര് ബിഗ് ബോസിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവർ തമ്മിൽ തല്ലി പിരിയാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല. ഇത്തരം സാഹചര്യങ്ങളോ ഇത്തരം സന്ദർഭങ്ങളോ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോ ബിഗ് ബോസിനകത്ത് യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് കൃത്യമായി മനസ്സിലായി. അതിലേക്ക് കളവിന്റെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് നൂറ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ അത്യാവശ്യം നല്ല ജലസ്, അസൂയ, കുശുമ്പ്, തെറിവിളി ഉണ്ട് എന്ന് കൃത്യമായി രണ്ടുപേരും അങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവും. യഥാർത്ഥ സ്വഭാവം അങ്ങോട്ടും മനസ്സിലാക്കി. ഇപ്പൊ ഇനി പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടും മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകും.
അത്രേ ഉള്ളൂ. ഇപ്പൊ ഏത് ലൈവ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇവരുടെ സ്വഭാവം അത് ഏതൊരു മനുഷ്യനും കണ്ടാൽ മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. അരിഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ. ഞാൻ പറഞ്ഞ ക്ലിപ്പ് അതല്ല കേട്ടോ, കാണാൻ കിടക്കുന്നുള്ളൂ. സത്യം പറയാനാലും ഞങ്ങൾ ഒരു 5 പൈസ അതോ PR ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറെ ഇല്ലല്ല, പൈസ ഉണ്ടെങ്കിൽ നമ്മൾ PR ഒന്നും കൊടുക്കൂലോ. പോകുമ്പോഴല്ല വന്നിട്ട് ആരെങ്കിലും PR കൊടുക്കുവോ? അതെ 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 അതെ, PR കൊടുത്തിട്ടാണ് പോയതെന്നും നിങ്ങളുടെ PR വർക്കുകളെയൊക്കെ ജനങ്ങൾ ഇവിടെ കുത്തിപ്പൊക്കിയതാണ് എന്നും ഇവിടെയുള്ള ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. നിങ്ങളും PR കൊടുത്തിട്ട് തന്നെ പോയത്. അവിടെ PR കൊടുക്കാതെ പോയത് നെവിനാണ് എന്നാണ് എല്ലാവരും അവകാശവാദമായിട്ട് ഉന്നയിക്കുന്നത്. എനിക്കും തോന്നി. കാരണം അത്യാവശ്യം തീരെ റീച്ച് ഇല്ലാത്ത ഒരു പേജും വെച്ചിട്ടാണ് നടക്കുന്നത്. ഇപ്പോഴാണ് ഒരു യൂട്യൂബ് ചാനലെങ്കിലും തുടങ്ങുന്നത്. ആദില നൂറൊക്കെ ഓൾറെഡി നല്ല ഫാൻ ബേസും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമും ഇതൊക്കെ വെച്ച് നല്ല പരിപാടിയായിരുന്നു ഇവിടെ. അതേപോലെ തന്നെ അവരുടെ പേജ് കൈകാര്യം ചെയ്യാൻ ആളുകളെ ഏൽപ്പിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷെ ലൈവിൽ വന്ന് ഇങ്ങനെ കല്ല് വെച്ച നുണ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുള്ള പരിപാടിയാണ് ഇതില്ലേ. എന്തായാലും ക്യൂട്ട്നെസ് കണ്ടുകൊണ്ടാണ് ആളുകൾ കൂടെ നിന്നിട്ടുള്ളത്. ആ ക്യൂട്ട്നെസ് അല്ല, അതിനപ്പുറത്തേക്ക് മനുഷ്യത്വം എന്നൊരു സാധനമാണ് എല്ലാവരും നോക്കേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ അനുമോളുമായിട്ട് വീണ്ടും ഇവർ ചേർന്ന് കഴിഞ്ഞാലോ, ഷാനവാസ്കയുമായിട്ട് വീണ്ടും ഇവർ ചേർന്ന് കഴിഞ്ഞാലോ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്കൊരു ധാരണയുണ്ട്. 24/7 100 ഡേയ്സ് കണ്ട ആളുകൾക്ക് അതൊക്കെ കൃത്യമായിട്ട് കത്തും എന്നുള്ളതാണ്. എന്തായാലും കൊള്ളാം, ഇങ്ങനെ ഒരു ലൈവുകളൊക്കെ വരുമ്പോഴാണ് ഒരു കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. അനുമോള് കൊടുക്കാനുള്ള പൈസ കൊടുക്കില്ല എന്നുള്ള ഒരു ധാരണയിലാണ് ഇവർ ഇരിക്കുന്നത്. മിക്കവാറും ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കുമായിരിക്കാം. നമുക്കറിയില്ല അത് എത്രത്തോളം ശരിയാവും എന്നുള്ളത്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതായത് അനുമോളെ വെറുതെ ഒരു കാര്യമില്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളുണ്ടോ, ഒരു കാര്യമില്ലാതെ ഒരുപാട് നുണകൾ ഇങ്ങനെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ചാനലുകൾ. അവർക്ക് അനുമോൾ എന്ന പേര് വെക്കുമ്പോൾ നല്ല റീച്ച് ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പോൾ നമ്മളൊരു സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റീച്ച് ഉണ്ടാവില്ല, ആർക്കും അത് കാണാൻ താല്പര്യമില്ല. അവർക്ക് എന്താ വേണ്ടെന്നറിയോ, അവർ ഇഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് വെറുതെ നുണകളാണെങ്കിലും വേണ്ടിയില്ല അതിങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര താല്പര്യമാണെന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് നമ്മളെ ബിൻസി അതേപോലെ തന്നെ അപ്പാനി ശരത്തുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വന്നത്, ഒരു ക്ലിപ്പ് വന്നത്. ആ ഒരു ക്ലിപ്പ് വന്നതോട് കൂടിയിട്ട് അപ്പാനി ശരത്തിന്റെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആത്മഹത്യ ലെവലിലേക്കൊക്കെ പോയി. അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ ഷെഫീന ബീവി അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തു. ഒരു പക്ഷേ ഇത്തരം വീഡിയോസ് വെറുതെ ആവശ്യമില്ലാതെ പ്രചരിപ്പിച്ചിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ചെയ്യുന്നതാണെന്നുള്ളതാണ്. അനുമോൾ അവിടെ എന്താ ചെയ്തിട്ടുള്ളത്, മറ്റുള്ള ആളുകളുടെ ലൈഫിനൊന്നും സംഭവിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകളെ ലൈഫ് അങ്ങ് മൂഞ്ചിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു. ബിഗ് ബോസിൽ വെച്ചിട്ട് അനുമോൾക്ക് ഈ ബിൻസി ഒക്കെ പണി കൊടുത്തതിന്റെ കർമ്മയാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഇവര് തന്നെയാണ് ഈ ഒരു വീഡിയോ കുത്തിപ്പൊക്കുന്നത്, ഇവര് തന്നെയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. കർമ്മ എന്നുള്ള സംഭവമല്ല, വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് അവരാണ് അത് കുത്തിപ്പൊക്കുന്നതും അവരാണ് അത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതും. അല്ലാതെ കർമ്മ എന്നൊരു സാധനമൊന്നുമല്ല അല്ലേ. ഇവിടെ അനുമോള് ചെയ്ത കർമ്മയ്ക്ക് ഇതിൽ തിരിച്ചു കിട്ടണ്ടേ, കിട്ടേണ്ടതാണെങ്കിൽ കിട്ടും, അത്ര തന്നെ. ഇവിടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സത്യസന്ധമായിട്ട് മാത്രമേ വീഡിയോ ചെയ്യുള്ളൂ, ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. നമുക്ക് അതിനനുസരിച്ചുള്ള വ്യൂ ഇപ്പൊ ഉണ്ടാവാറുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് അറിയാം, നമുക്ക് നുണ പറയാൻ അറിയാത്തത് കൊണ്ട് തന്നെയാണല്ലേ. അപ്പൊ വീണ്ടും ഒരു പുതിയ അപ്ഡേഷൻ ആയിട്ട് സന്ദീപ് പോൾ സൈനിങ് ഓഫ്.